വായിച്ചു നമ്മൾ വളർന്നിടണം, വായിക്കണം. എൻ്റെ ചെറിയച്ഛൻ അവിടെ മെമ്പറായിരുന്നു. അപ്പോൾ ദിവസം ഓരോ കവിതകൾക്ക് എടുത്തു കൊണ്ടുവന്ന് അപ്പോൾ ചെറിയച്ഛന് ഞങ്ങൾ പാട്ടുണ്ടെങ്കിൽ അപ്പോൾ പോകുമ്പോൾ ഒരു പുസ്തകം എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കവിത, അപ്പം അങ്ങേര് നോവൽ വായിക്കും, കഥകൾ വായിക്കും, എനിക്ക് കവിത ബുക്ക് എല്ലാം കൊണ്ടുതരും. അങ്ങനെ അങ്ങേര് കൊണ്ടുവന്ന് വരുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു വായിച്ചു കഴിഞ്ഞല്ലോ എന്നിട്ട് കൊണ്ടുകൊടുക്കും. അപ്പോൾ പോകുമ്പോൾ മാറ്റിക്കോളും. അത് കഴിഞ്ഞു. അപ്പം പിന്നെ ഓരോ ദിവസവും അദ്ദേഹം ഗോവിന്ദനായിരുന്നു പേര്, അതിലെ വലിയ പുസ്തകം കൊണ്ടുവരും. അത് നീ 2 ദിവസം വായിക്കും എന്ന്. അകാരാദി 13 സ്വരരൂപേ മൃദുഭാവം. അകാരാദി 13 ആ ഈ എന്ന് പറയും. അത് വിസ്തരിച്ച് പറഞ്ഞുതരാം. അപ്പൊ അകാരാദി 13, ആ അകാരാദി 13 ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല? നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ അല്പനേരം ഇരുന്ന മാത്രയിൽ വന്ന വേദന നിന്ന് പോയി. അപ്പൊ അങ്ങനെ വായനയുടെ സ്വർഗത്തൂടെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് പിന്നെ കവിതകളൊക്കെ മനസ്സിലായത്. ഓരോരോ ഭാഷയിൽ മലയാളത്തിന് ഗദ്യമുണ്ട്, പദ്യമുണ്ട്, നോവലുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഇനി എന്നെ സ്വാധീനിച്ചത് കവിതകളാണ്. എന്താ നാടൻ പാട്ട് മാഞ്ചാടും ചോലേനൊരു മീഞ്ചാട്ടോണ്ട്, മാഞ്ചാടും ചോലേനൊരു മീഞ്ചാട്ടോണ്ട്. നിങ്ങളെ കാണാം. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ. എല്ലാവരും കുറേ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചെയ്യുക. നല്ല കുട്ടികളായി മിടുക്കരായി വളരുക. ഒന്നാണു നാം എന്ന ബോധം വളർത്തുക. കരുണാകുരം കരളിൽ സംഭാവന നമ്മുടെ HM ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനും ടീച്ചർക്ക് പ്രത്യേകം നന്ദി. ഈ വിദ്യാലയം